ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ആരംഭിക്കുകയാണ്. വിശുദ്ധ മർക്കോസ് യെരുശലേമിലെ ധനാഢ്യയായ ഒരു വളരെ പൊസിഷൻസ് വഹിച്ചിരുന്ന ഒരു മേരി എന്ന സ്ത്രീയുടെ മകനാണ് ജോൺ മാർക്ക്. അദ്ദേഹത്തെ വിശുദ്ധ പത്രോസുമായിട്ട് നല്ല അടുത്ത ബന്ധമായിരുന്നു. അദ്ദേഹം ജാതികളായ ആളുകൾക്ക് വേണ്ടിയും അപ്രകാരം റോമൻ വായനക്കാർക്കും വേണ്ടിയാണ് ഈ ലേഖനം, ഈ സുവിശേഷം അദ്ദേഹം എഴുതിയത്. വിശുദ്ധ പൗലോസിനോടൊപ്പം മിഷണറി യാത്ര ആരംഭിച്ചിരുന്നു, എന്നാൽ അത് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചില്ല. ബർന്നബാസ് ബന്ധുവാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെപ്പറ്റിയുള്ള കാതലായ വാക്യം, അടിസ്ഥാന വാക്യം കൊടുത്തിരിക്കുന്ന വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യം, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. അപ്പോൾ ഈ കർത്താവ് ചെയ്തതാണ് കൂടുതൽ ഇതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്, കർത്താവ് പറഞ്ഞതല്ല. അപ്പോൾ ക്രൈസ്റ്റ് ദ സെർവൻറ്റ്, അപ്പോൾ അതിനെ എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 10-ാം അധ്യായത്തിൻ്റെ 52 വരെ സർവീസ് ഓഫ് ദ സെർവൻറ്റ്, ഒരു ദൈവദാസൻ്റെ ശുശ്രൂഷയാണ്, സർവീസാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 16-ൻ്റെ 20 വരെ ദ സാക്രിഫൈസ് ഓഫ് ദ സെർവൻറ്റ്, ഒരു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൻ്റെ കഠിന അധ്വാനം, ത്യാഗത്തെ പറ്റിയാണ് കുറിച്ചിരിക്കുന്നത്. അപ്പോൾ ഇറ്റ്സ് എ ബുക്ക് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് വേദപണ്ഡിതന്മാർ ഇതിനെ പറയുന്നത് കൊണ്ടാണ്. 1-ാം അധ്യായത്തിന് 1 മുതൽ അതിൻ്റെ പ്രിപ്പറേഷനാണ്. ആ പ്രിപ്പറേഷനിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് 1 മുതൽ 8 വരെയുള്ള വാക്യം, ബൈ ദ മിനിസ്ട്രി ഓഫ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകൻ്റെ വാക്കുകളാണ് 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ മനസ്സിലാക്കുന്നത്. വിശുദ്ധ മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിൻ്റെ വഴിയൊരുക്കും. കർത്താവിൻ്റെ വഴിയൊരുക്കുവീൻ, അവൻ്റെ പാത നിരപ്പാക്കുവീൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ വാക്ക് എന്നിങ്ങനെ യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യോഹന്നാൻ വന്നു മരുഭൂമിയിൽ സ്നാനം കഴിപ്പിച്ചു, പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചും കൊണ്ടിരുന്നു. അവൻ്റെ അടുക്കൽ യഹൂദ്യദേശമൊക്കെയും യെരുശലേമർ എല്ലാവരും വന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. യോഹന്നാനോ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ചും വെട്ടുക്കിളിയും കാട്ടുതീനും ഉപജീവിച്ചു പോകും. എന്നിലും ബലമേറിയവൻ എൻ്റെ പിന്നാലും വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാർ കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും എന്ന് അവൻ പ്രസംഗിച്ച് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുന്നോടിയായി യോഹന്നാൻ സ്നാപകൻ വന്നതാണ് ആദ്യം വിശുദ്ധ മർക്കോസ് അത് രൂപപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമതായിട്ട് യേശു കർത്താവിൻ്റെ ബാപ്റ്റിസത്തെ പറ്റിയാണ് 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പറയുന്നത്. 9-ാം വാക്യത്തിൽ, ആ കാലത്ത് യേശു ഗലീലയിൽ നസറത്തിൽ നിന്ന് വന്നു, യോഹന്നാനാൽ യോർദാനിൽ സ്നാനം കഴിഞ്ഞു. വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആകാശം പിളരുന്നതും ആത്മാവ് പ്രാപു പോലെ തൻ്റെ മേൽ വരുന്നതും കണ്ടു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നാനമെന്ന് പറയുന്നത് ഈ ത്യാഗത്തിന് വേണ്ടിയുള്ള സ്നാനം. നമ്മളുടെ സ്നാനവും അതുതന്നെയാണ്. നമ്മളെ ത്യാഗത്തിന് വേണ്ടി, നമ്മുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി യേശു കർത്താവിൻ്റെ പൈതലായി തീരാൻ നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയുന്ന സ്നാനമാണ് നമ്മളുടെ സ്നാനം. അപ്പോൾ 12-13 വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്ന അവൻ്റെ പരീക്ഷ. 12-ാം വാക്യത്തിൽ അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു.
അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടുകൂടി ആയിരുന്നു. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ച് പോന്നു. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചതായ ശുശ്രൂഷകളിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട യേശുവിൻ്റെ പരീക്ഷകൾ. നമ്മളുടെ ജീവിതത്തിൽ പരീക്ഷകൾ നമ്മുടെ മുമ്പിലുണ്ട്. കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ, കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുമ്പോഴും നമ്മളെ സാത്താൻ പിടിക്കാൻ ശ്രമിക്കും. അവിടെ നമ്മൾ അതിൽ വിജയിക്കുവാൻ സാധിക്കും. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഞങ്ങൾ വായിച്ച കേട്ട വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഇന്ന് പഠിക്കുമ്പോൾ, കർത്താവേ, പ്രഥമ അധ്യായത്തിൻ്റെ പ്രാരംഭ 13 വാക്യങ്ങൾ ഞങ്ങൾ ധ്യാനിച്ചപ്പോൾ, കർത്താവ് ചെയ്തതായിട്ടുള്ള ശുശ്രൂഷകളിൽ ഞങ്ങൾക്കെപ്പോഴും പരീക്ഷകളുണ്ട് എന്നുള്ള സൂക്ഷ്മ ബോധത്തോടുകൂടി ഞങ്ങൾ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും തമ്പുരാൻ ഒരുപോലെ അനുഗ്രഹങ്ങൾ നൽകിക്കാട്ടെ. രോഗികൾക്ക് സൗഖ്യം കൊടുത്താട്ടെ, പരീക്ഷയിൽ കുടുങ്ങിയിരിക്കുന്നവർക്ക് വിജയം കൊടുത്താട്ടെ. കർത്താവെ, എല്ലാത്തരം പരീക്ഷകളിലും പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക്, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, വിശേഷ യങ്സ്റ്റേഴ്സിന്, യുവജനങ്ങൾക്ക് യുവജനം ഒരു പുതിയ ശക്തിയും ഒരു പുതിയ ബലവും നൽകണമേ. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.